ഹലോ വൺസ് അഗെയിൻ വെൽക്കം ടു അമ്മാസ് കിച്ചൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമ്മമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മസാല പനിയാരം റെസിപ്പിയാണ്. ഇതിനായി നമ്മൾ ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിതിൽ കടുകിട്ട് പൊട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കടലപ്പരിപ്പിട്ട് അതും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ വറുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, പച്ചമുളക്, ചീകി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച മല്ലിയിലും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് ഉടച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങാണ്. അതുകൂടെ അതിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഈ മസാല അതിലോട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് ബോളാക്കി ഇത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മളൊരു ഉണ്ണിയപ്പക്കല്ലോ അല്ലെങ്കിൽ പണിയാരക്കല്ലോ എന്നാണ് ഞങ്ങൾ പറയുക ഇതിന്. അതിലോട്ട് എണ്ണ ഒഴിച്ച് അത് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ സാധാരണ ദോശ ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ദോശമാവ് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഓരോ ബോളിലെടുത്ത് ഓരോന്നിൻ്റെയും നടുക്കോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം കൂടി വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 2 വശവും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അമ്മമ്മയുടെ സ്പെഷ്യൽ ടേസ്റ്റി മസാല പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ ആദ്യം അമ്മമ്മ തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ അമ്മമ്മയുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അമ്മമ്മയുടെ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.